പ്രിയമുള്ള പ്രേക്ഷകരെ, നമസ്തേ. ഈ മനോഹരമായ ഈ ചുവർ ചിത്രങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഞാനിപ്പോൾ ബോംബെയിൽ വസായി എന്ന ദേശത്താണുള്ളത്. മലയാളികൾ ധാരാളമായി താമസിക്കുന്ന പ്രദേശമാണ് ബോംബെയിൽ വസായി. നിത്യവും ധാരാളം ട്രെയിനുകൾ കണ്ണൂരിൽ നിന്നും അഹമ്മദാബാദ്, ദില്ലി ഭാഗത്തേക്കുള്ള ട്രെയിനുകളൊക്കെ തന്നെ വസായി എന്ന നഗരത്തെ അവിടെ സ്വല്പം വിശ്രമിച്ചിട്ടാണ് മുമ്പോട്ട് നീങ്ങുന്നത്. ആയിരക്കണക്കിന് യാത്രക്കാർ നിത്യേന സഞ്ചരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ബോംബെയിലെ ഡെസ്റ്റിനേഷനാകുന്നു വസായി. ഇന്ന് താനെ ജില്ലയിലെ ഏറ്റവും അധികം മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും നല്ല ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് സ്ഥിതി ചെയ്യുന്നത് അധികം വസായിലാണ്. നമ്മുടെ നാട്ടിലേക്ക് വരുന്ന ധാരാളം പ്ലാസ്റ്റിക് ഉപകരണങ്ങൾ, അപ്രകാരം തന്നെ മെറ്റൽസുമായി ബന്ധപ്പെടുന്ന എല്ലാ സാധന സാമഗ്രികളും ഉണ്ടാക്കുന്ന ഒരു വലിയ ബൃഹത്തായ വ്യാവസായിക ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് വസായിലാണുള്ളത്. അങ്ങനെ ലക്ഷക്കണക്കിന് പേർക്ക് ഉപജീവന മാർഗവുമായി നമ്മുടെ കേരളത്തിൽ നിന്നും വണ്ടി കയറുന്ന ഒരു ദേശമാണ് വസായി. കണ്ണൂരിൽ നിന്നും 20 മണിക്കൂർ കൊണ്ട്, രാജധാനി എക്സ്പ്രസ് ആണെങ്കിൽ 14 മണിക്കൂർ കൊണ്ട് ലക്ഷ്യത്തിലെത്തിച്ചേരുന്നു വസായിലേക്ക്. പ്രതീക്ഷ മാത്രമുള്ളൊരു നഗരമാണ് മുംബൈ. മോഹിനിയാണ് മുംബൈ നഗരം. ആരെയും മോഹിപ്പിക്കുന്ന നഗരമാണ്. ബോംബെയിൽ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാകാറില്ല. കഠിനാധ്വാനിക്ക് ഏറ്റവും അധികം വളർച്ചയുടെ സോപാനങ്ങൾ തേടിച്ചെല്ലുവാൻ കഴിയുന്ന പ്രദേശമാണ് ബോംബെ. ഞാനുള്ളത് കണ്ണൂരിലുള്ള എൻ്റെ വളരെ പഴയ കാല സുഹൃത്തായ ശ്രീ വിവേക് നായരുടെയും മഞ്ജുഷ വിവേകിൻ്റെയും വീട്ടിലാണ്. ഞാനിപ്പോൾ അവരുടെ അതിഥിയായി അവരുടെ വീട്ടിൽ താമസിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ ചുവർ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചു എന്നൊരു ചോദ്യം വരാം. ഞാനിവിടെ ചർച്ച ചെയ്യുന്നത് ശുക്രൻ്റെ രാശിചാരമാണ്. ഈ കലകളുടെയും ചിത്രങ്ങളുടെയും മുഴുവനും അധിപനാകുന്നു ശുക്രൻ. തൗരിത്രികമാണ്. സംഗീത ഉപകരണങ്ങൾ, നൃത്തം, ഇതിൽ അങ്ങേയറ്റം പ്രാമാണ്യമുള്ള ഒരു ഗ്രഹം മാത്രമേ ഉള്ളൂ. അത് അസുരാചാര്യനാണ്. ശുക്രനെ കൊണ്ടാണ് ഭൗതിക സുഖങ്ങളുടെ പൂർണ്ണത നാം ചിന്തിക്കുന്നത്. ആ ശുക്രൻ്റെ രാശിഫല ചർച്ചവേളയിലാണ് മനോഹരമായ ഈ ചിത്രം ഞാൻ നിങ്ങൾക്കായി ഇവിടെ പ്രദർശിപ്പിക്കുന്നത്. ഒരു വലിയ അദ്ദേഹത്തിൻ്റെ ശില്പി വളരെ സമയമെടുത്ത് വരച്ച അതിമനോഹരമായ ശില്പമാണെന്ന്. ധാരാളം പേർ ഇവിടെ വന്ന് അവരുടെ ചുവരുകളിലേക്ക് ഈ ചിത്രം ആര് വരച്ചു, എങ്ങനെ വരച്ചു എന്നൊക്കെ ചോദിച്ച് വിവേക് നായരെ സമീപിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ വളരെ അടുത്ത ഒരു സുഹൃത്താണ്. അദ്ദേഹം സിവിൽ ആർക്കിടെക്ചറൽ എഞ്ചിനീയറാണ് മിസ്റ്റർ വിവേക് നായർ ബോംബെയിൽ. ഏതായാലും നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ശുക്രൻ്റെ രാശിചാരം. ശുക്രൻ ഇപ്പോൾ സ്വന്തം ക്ഷേത്രമായ തുലാത്തിനാണുള്ളത്. ശുക്രൻ ഇതാ 1201 വൃശ്ചിക മാസം 10-ാം തീയതി 11 മണിയോടുകൂടി, അതായത് 2025 നവംബർ മാസം 26-ാം തീയതി ശുക്രൻ എവിടത്തേക്ക് മാറുന്നു? ശുക്രൻ വൃശ്ചികത്തിലേക്ക് മാറുന്നു. സ്വന്തം ക്ഷേത്രത്തിൽ നിന്നും ശുക്രൻ തൻ്റെ സുഹൃക്ഷേത്രമായ ചൊവ്വാക്ഷേത്രമായ വൃശ്ചികത്തിലേക്ക് മാറുന്നു. ഈ ചാരവശാലുള്ള 24 ദിവസത്തേക്കുള്ള ശുക്രൻ്റെ മാറ്റമാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ബുധൻ ചാരവശാൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു രാശിയിൽ നിന്നും മറ്റു രാശിയിലേക്ക് സഞ്ചരിക്കുന്നു. അപ്രകാരം തന്നെയാണ് ശുക്രനും. ശുക്രൻ നോർമലി 45 ദിവസക്കാലം വരെ ഒരു രാശിയിൽ നിൽക്കാറുള്ളൂ. ഇത് കേവലം 24 ദിവസം വരെയാണ്. ശുക്രനും ബുധനും ഏത് സമയത്ത് ഫലം ചെയ്യുന്ന ഗ്രഹമാണ്. ഗാംബ്ലേഴ്സ് പ്ലാനറ്റാണ്. പെട്ടെന്ന് ഫലം ലഭിക്കുന്ന ഗ്രഹങ്ങളാകുന്നു ശുക്രനും ബുധനും. അതിനാൽ നാം ഇവിടെ ചർച്ച ചെയ്യുന്നു മേടൻ രാശി മുതൽ ഈ 24 ദിവസക്കാലം എപ്രകാരം ശുക്രൻ ഓരോ രാശിക്കാർക്കും അനുകൂലമായ ഫലത്തെ പ്രദാനം ചെയ്യുന്നു എന്ന വിഷയം. വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ വരുന്ന 2 നക്ഷത്ര സമൂഹമാകുന്നു വൃശ്ചികൻ രാശി. ഇവിടെ വൃശ്ചികൻ രാശിക്കാർക്ക് ശുക്രൻ എവിടെ നിൽക്കുന്നു? വൃശ്ചിക രാശിക്കാർക്ക് ശുക്രൻ ലഗ്നത്തിൽ നിൽക്കുന്നു. ഒരു ഫലം മാത്രമേ ഹോരാചാര്യർ പറഞ്ഞിട്ടുള്ളൂ, സ്മരനിപുണ സുഖി. ഇദ്ദേഹം കാമകലകളിൽ നിപുണനാകും. ഹീസ് എ മെറ്റീരിയലിസ്റ്റ്. ഭൗതിക സുഖം ധാരാളം ലഭിക്കും അദ്ദേഹത്തിന്. എന്തൊക്കെയാണ് ഭൗതിക സുഖം? നല്ല വസ്ത്രങ്ങൾ, നല്ല ഭക്ഷണം, നല്ല സുഹൃത്തുക്കൾ, സാമ്പത്തികമായ ഔന്നത്യം, ഇതൊക്കെ ലഭിക്കുന്നു. വാഹനം ലഭിക്കുന്നു, വാഹനം മാറ്റുന്നു. ഇതൊക്കെ വൃശ്ചികൻ രാശിക്കാർക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ്. സാമ്പത്തികമായ നല്ലൊരു വഴി, വ്യാപാര വഴി മുന്നിൽ സമാഗതമാകുന്ന സമയമാണ് 24 ദിവസമെന്ന് അറിയുക. ചമത്കാര ചിന്താമണിയിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: സമീചീനമംഗം സമീചീന സംഘം സമീചീന ബഹു അംഗനാ ഭോഗയുക്ത. സമീചീനമംഗം, നല്ല ആരോഗ്യമുള്ള പെർഫെക്റ്റായ ശരീരമുണ്ടാവുക. സമീചീന സംഘം, നല്ല സൗഹൃദങ്ങൾ ഉണ്ടാവുക. സമീചീന ബഹു അംഗനാ ഭോഗയുക്ത, ധാരാളം സ്ത്രീകൾ തൻ്റെ സുഹൃത്തുക്കളായി വരും. പ്രേമ വിഷയം, ലവ് അഫയേഴ്സ്, ഇതിലൊക്കെ പോകാം. അത് കാരണം
ആ ശുക്രൻ നോക്കുന്നത് 7-ാം ഭാവത്തിലേക്കാണ്. 7-ാം ഭാവം എന്താണ്? കാമമാണ്, മദനമാണ്, ഭാര്യാസുഖമാണ്, ഭാര്യാഭാവമാണ്, വിവാഹഭാവമാകുന്നു. ഈ വിവാഹത്തിലേക്ക് ഉള്ള സ്റ്റെപ്സ്, തീരുമാനങ്ങൾ എടുക്കാം, പുതിയ വിവാഹ ബന്ധങ്ങൾ. മറ്റൊരു വിഷയം, പുനർവിവാഹം ആഗ്രഹിക്കുന്നവർക്കും ഈ സമയം വളരെ അനുകൂലമാണ്. ഒരു വിവാഹം കഴിഞ്ഞ് ഒക്കെ ആകെ ഡൗണായി നിൽക്കുന്ന സമയത്ത് പെട്ടെന്നായിരിക്കാം ചില സൗഹൃദങ്ങൾ വരിക. ഈ സമയത്ത് അത് വിവാഹത്തിലേക്ക് എത്തുക, വലിയൊരു പ്രണയത്തിലേക്ക് നയിച്ച് അതിലൂടെ ഒരു ഭൗതികമായ സുഖങ്ങൾ ലഭിക്കുവാൻ പര്യാപ്തമാണ് ഈ ശുക്രൻ എന്നറിയുക. വിദേശത്തേക്ക് യാത്ര ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമാണ്. അവരുടെ പേപ്പേഴ്സൊക്കെ സെറ്റാകും. ഇതുവരെ അവരുടെ യാത്ര മുടങ്ങിക്കിടക്കുന്ന പ്രേക്ഷകർക്ക്, വൃശ്ചികം രാശിക്കാർക്ക് വളരെ അനുകൂലമായി തങ്ങളുടെ വിഷയത്തിലേക്കുള്ളൊരു തീരുമാനങ്ങളാകാം. താനുമായി ബന്ധപ്പെടുന്ന ഡോക്യുമെൻറ്റ്സ്, പേപ്പേഴ്സ്, ഇതൊക്കെ ഒരു മൂലയിൽ ഉള്ള സ്ഥലത്ത് നിന്നും അത് പൊടിമുട്ടിയെടുത്ത് അതിലൂടെ തൻ്റെ യാത്ര, തൻ്റെ കർമ്മ വിഷയം, താൻ ഏത് മേഖലയിലാണ് ആ മേഖലയെ സമ്പന്നമാക്കാൻ അങ്ങേയറ്റം പര്യാപ്തമാകും ഈ ശുക്രനെന്ന് അറിയുക. സമീചീന കർമ്മ, സമീചീന ശർമ്മ. നല്ല കർമ്മങ്ങളിൽ തനിക്ക് വ്യാപൃതമാകാം. അതിനാൽ കർമ്മമേഖലയിൽ വൺ ക്യാൻ ഡു ഗുഡ് എക്സ്പെരിമെൻറ്റ്സ്. പുതിയ പരീക്ഷണങ്ങൾ, പുത്തൻ പരീക്ഷണങ്ങൾ ചെയ്യാം. ചിലർക്ക് ഓഫീസ് നന്നാക്കാം. ആ ഓഫീസിലൂടെ ആ ഓഫീസിൻ്റെ വാസ്തുപ്രകാരം അതിലേക്കുള്ള പ്രവേശനങ്ങളും കാര്യങ്ങളുമൊക്കെ തയ്യാറാക്കി വാസ്തുപ്രകാരം വീടിനെ നന്മയിലേക്ക് നയിക്കുവാൻ, തൻ്റെ ഓഫീസിനെ നല്ല രീതിയിലേക്ക് വളർത്തുവാൻ ഈ സമയം വളരെ പര്യാപ്തമാണെന്ന് അറിയുക. സമീചീന ശുക്രോ യഥാ ലഗ്നവർത്തി. ഇപ്രകാരം ലഗ്നത്തിലെ രാശിയിൽ നിൽക്കുന്ന ശുക്രൻ എല്ലാ സൗഭാഗ്യങ്ങളും പ്രദാനം ചെയ്യപ്പെടും. സ്ത്രീ വിഷയത്തിൽ വളരെയധികം ജാഗ്രത പാലിക്കുക. ചില സ്ത്രീ സൗഹൃദങ്ങളിലൂടെ ചതിക്കപ്പെടുക നാം ഇപ്പോൾ സ്ഥിരമായി കാണുന്നതാണ്. പുരുഷനെ ആകർഷിച്ച് വശ്യമായി ഹണി ട്രാപ്പ് മുതലായ വിഷയങ്ങളിലേക്കൊക്കെ നയിക്കുക, ചതിക്കുക. അതിന് ഈ ഒരു സമയം വളരെ അനുകൂലമാണെന്നറിയുക. അതിനാൽ ഒരു ഹണി ട്രാപ്പിലും പെടാതെ മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ തന്നെ തേടി ആളുകൾ വരും. അതാണ് ലഗ്നത്തിലെ ശുക്രൻ. ന രത്നം അന്വേഷ്യതി മൃഗ്യതേ ഹി തത്. രത്നത്തിനെ ആരും അങ്ങോട്ട് തേടിച്ചെല്ലാറില്ല. രത്നത്തിനെ നോക്കി ജനങ്ങൾ ഇങ്ങോട്ടേക്ക് വരും. അതിനാൽ വൃശ്ചിക രാശിക്കാർ ചിന്തിക്കുക, താൻ അമൂല്യമാണ്, താനൊരു രത്നമാണെന്ന് ചിന്തിച്ചാൽ തന്നെ തേടി സൗഹൃദങ്ങൾ, സ്ത്രീകളും തന്നെ വ്യാപാര ബന്ധങ്ങളും പുതുതായി വരുന്ന സമയമാണെന്നറിയുക. നന്ദി, നമസ്തേ.